വല്ലവരേ വല്ലവരേ ആരാധനേ ആരാധനേ പരിശുദ്ധരേ പരിശുദ്ധരേ സ്വർഗസ്ഥ പിതാവേ, വചനത്തിന്റെ വാതിൽ തുറക്കണം. ജനത്തോടുള്ള അരുളപ്പാട് പ്രസ്താവിക്കണം. ദൂതുകൾ വെളിപ്പെടണം. ഹൃദയത്തെ സ്പർശിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 1 രാജാക്കൾ 17:12 വായിക്കാം. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവും ഇല്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ ഭക്ഷിച്ചിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്നേ ദിവസം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവം നമുക്ക് അരുളപ്പാടായി നൽകുന്നത് പ്രതീക്ഷകൾ അസ്തമിച്ചു നിൽക്കുന്ന സരഫാത്തിലെ വിധവ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 1-ാം ഭാഗം ആഹാബ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ദൈവത്തിന്റെ ശക്തനായ ഒരു പ്രവാചകനായി ഏലിയാവിനെ ദൈവം വെച്ചിരുന്നു. ആഹാബ് ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് നടത്തി. ജനം വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ തിരിഞ്ഞതിനാൽ ദൈവത്തിന്റെ കോപം ആ ദേശത്തിന്മേൽ വെളിപ്പെട്ടു. ആഹാബിന്റെ മുൻപിൽ ഏലിയാവ് ചെന്ന് വിളിച്ചു പറഞ്ഞു, ഞാനിനി പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല. 3 വർഷം 6 മാസക്കാലം ദൈവം ആകാശത്തെ അടച്ചു കളഞ്ഞു. വരൾച്ച ദേശവ്യാപകമായി. കുടിവെള്ളം ലഭിക്കാതെയായി. പച്ചപ്പുല്ലുകൾ പോലും ലഭിക്കാതെയായി. ആഹാരം ഇല്ലാതെയായി. എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്റെ ദാസനായ ഏലിയാവിനെ പോറ്റി പുലർത്തി. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ഏലിയാവിനോട് നീ കെരീത്തോട്ടിന്റെ അടുക്കലേക്ക് പോകാം. കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട് അപ്പവും ഇറച്ചിയും കൊണ്ടുവരാൻ. സമയാസമയം കാക്ക അപ്പവും ഇറച്ചിയും കൊടുത്തു. ആമേൻ. കെരീത്ത് തോട്ടിലെ വെള്ളം അവൻ കുടിച്ചു. എന്നാൽ ഒരു ദിവസം കെരീത്ത് തോട് വറ്റിപ്പോയി. കാക്കയുടെ വരവ് നിന്നുപോയി. ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കണം, കാക്കയിൽ ആശ്രയിച്ചാൽ കാക്ക ചത്തുപോകും. കെരീത്ത് തോട്ടിൽ ആശ്രയിച്ചാൽ വെള്ളം വറ്റിപ്പോകും. കെരീത്ത് തോട്ടിലേക്ക് അയച്ചവൻ, കാക്കയോട് കൽപ്പിച്ചവനാണ് നമ്മുടെ ആശ്രയമായിരിക്കേണ്ടവൻ. ഹല്ലേലൂയ. ലഭിച്ചതിൽ ആശ്രയിക്കരുത്, തന്നവനിൽ ആശ്രയിക്കുവാൻ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആമേൻ. എന്നാൽ സ്തോത്ര, കാക്കയുടെ വരവ് നിന്നപ്പോൾ, കെരീത്ത് തോട്ട് വറ്റിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, സാരഫാത്തിലേക്ക് പോകാം. ആമേൻ. അവിടെ ഒരു വിധവയോട് നിന്നെ പോറ്റുവാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇവൻ സാരഫാത്തിലേക്ക് പോയി. പട്ടണത്തിന്റെ പുറത്തിൽ എത്തിയപ്പോൾ തന്നെ വിറക് പറക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. അവൾ വിധവയാണ്. അവൾ അല്പം വെള്ളം ചോദിച്ചു. അവൾ പറഞ്ഞു, വെള്ളം കൊടുക്കാമെന്ന് പോയപ്പോൾ, നിൽക്ക്, ഒരട കൂടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ഹൃദയം തുറന്നവനോട് പറയുന്നു, ഇല്ല, അല്പം മാവ്, അല്പം എണ്ണ, ഓരോ അടകൾ ഉണ്ടാക്കി തിന്നുവെച്ച് ഞാനും എൻ്റെ മകനും മരിക്കുവാനിരിക്കുകയാകുന്നു. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പ്രതീക്ഷ വഴിമുട്ടി നിൽക്കുന്നിടത്ത് ദൈവം പ്രവാചകനെ അയച്ചു. പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്ന ഒരു വിധവ. ഹല്ലേലൂയ. ഇപ്പോൾ നാം 2-ാമത്തെ ഭാഗം ധ്യാനിക്കുവാൻ പോകുന്നു. ആമേൻ. സ്തോത്രം. ഉള്ളതിനെ പ്രവാചകന്റെ മുൻപിൽ തുറന്നു കാണിച്ച ഒരു വിധവ. അവൾ പറയുന്നു, യജമാനനെ, ഇതാ ധാരാളം അപ്പം ഞങ്ങളുടെ കയ്യിലില്ല. വെറും കലശത്തിൽ അല്പം മാവ്, അല്പം എണ്ണ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ വായിക്കാം അതിന്റെ 2-ാം ഭാഗം. നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവും ഇല്ല. ഒരപ്പവും എനിക്കില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത്, തന്റെ കയ്യിൽ എത്രമാത്രം ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ പ്രവാചകന്റെ മുൻപിൽ തുറന്നു കാട്ടിയ ഒരു വിധവ.
കുടിവെള്ളത്തിന് പോലും ദാരിദ്ര്യമുള്ള കാലത്ത്, ഒരു അട കിട്ടുവാൻ അല്ലെങ്കിൽ ഒരു അപ്പം കിട്ടുവാൻ നിവർത്തിയില്ലാത്ത കാലത്ത്, ജനങ്ങൾ പട്ടിണിയിൽ മരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത്, ഇതിനു മുൻപേ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ ഒരു വിധവയുടെ അടുക്കൽ വന്നു നിന്ന് വെള്ളം ചോദിച്ചപ്പോൾ ആമേൻ അവൾ വെള്ളം കൊടുക്കുവാൻ തിരിഞ്ഞു. അത് അവളുടെ ഒരു നല്ല സ്വഭാവത്തെ കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ഒരു അപ്പം അടകൂടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ചുറ്റുപാടനുസരിച്ച് അവൾക്കും അവളുടെ മകനും ഓരോ അപ്പമുണ്ടാക്കി തിന്നിട്ട് മരിക്കുവാനാണ് ഇരിക്കുന്നത്. ഈ ഓരോ അപ്പത്തിനുള്ള മാവന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മകനൊന്ന് കുറയും, അല്ലെങ്കിൽ അവൾക്കപ്പം കിട്ടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സാഹചര്യത്തിൽ ഉള്ളതിനെ മറച്ചു വയ്ക്കുവാൻ മാത്രമേ മനുഷ്യൻ തയ്യാറാകൂ. സ്വർഗത്തിലെ ദൈവം ഏലിയാവിനെ ഈ വിധവയുടെ അടുക്കൽ അയച്ചത് അവൾ മറച്ചു വയ്ക്കുന്നവളല്ല, അവൾ തുറന്നു പറയുന്നവളാണ്. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്കുള്ളതിനെ ഒന്ന് തുറന്നു വയ്ക്കുമെങ്കിൽ ആ അല്പത്തെ അനുഗ്രഹിപ്പാൻ അധികാരമുള്ളവനാണ് എന്റെ ദൈവം. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അല്പത്തെ ദൈവകരത്തിൽ സമർപ്പിച്ചാൽ അതിനെ അവൻ വർദ്ധിപ്പിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രവാചകൻ പറഞ്ഞപ്പോൾ അവൾ പറയുന്നു, ഉള്ള അവസ്ഥയെ അവൾ തുറന്നു കാട്ടി. അപ്പോൾ പ്രവാചകൻ അവളോട് പറഞ്ഞു, അതിൽ ആദ്യം ഉണ്ടാക്കുന്നത് കൊണ്ടുവരിക. നിന്റെ കലത്തിൽ മാവ് കുറയുകയില്ല, ആമേൻ, തുരുത്തിയിൽ എണ്ണ തീർന്നു പോകുകയുമില്ല. ദാരിദ്ര്യം എത്ര കാലം നീണ്ടു നിന്നാലും, വരൾച്ച എത്ര കാലം നീണ്ടു നിന്നാലും, ക്ഷാമകാലം തീരും വരെയും നിന്റെ കലത്തിനകത്ത് ക്ഷേമമായിരിക്കും. ആമേൻ. അപ്പത്തിനുള്ള മാവ് നിന്റെ തുരുത്തിക്കകത്ത് കുറവില്ലാതെ എണ്ണ നിറഞ്ഞിരിക്കും. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ ഏതുമില്ല എന്ന് വരണ്ട അനുഭവത്തിൽ, ഒന്നുമില്ലാത്ത അനുഭവത്തിൽ, ഒരു കൊച്ചു തൊഴിൽ, ഒരു കൊച്ചു ബിസിനസ്, ഒരു കൊച്ചു കൃഷി, ഒരു കൊച്ചു വരുമാനം എന്ന് ഇത് വച്ച് ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദ്യചിഹ്നവുമായി വന്നിരിക്കുന്ന ദൈവവൈദങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഉള്ളതിനെ അവന്റെ കരത്തിൽ കൊടുക്കുക. അവൻ അതിനെ അനുഗ്രഹിച്ചു തന്നാൽ, ഓ ഹല്ലേലൂയ, നിന്റെ വരൾച്ചയെല്ലാം നീങ്ങിപ്പോകും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ തുറന്നു കാട്ടി. ആമേൻ. ഉള്ളതിനെ പ്രവാചകന്റെ മുൻപിൽ തുറന്നു കാട്ടി. അതേ പ്രിയപ്പെട്ടവരെ, അടച്ചു വച്ചാലും തുറന്നു കാട്ടിയാലും ഉള്ളതുപോലെ അറിയുന്നവനാണ് എൻ്റെ ദൈവം. നീ ഇന്ന് മറച്ചു വച്ചിരിക്കുന്നത് അവനറിയാം, നീ ഇന്ന് ഏറ്റു പറയുന്നത് അവനറിയാം. യാക്കോബിനോട് അനുഗ്രഹം ചോദിച്ചപ്പോൾ നിന്റെ പേര് എന്തെന്ന് ചോദിക്കാൻ കാരണം, പേരറിയാത്തൊരു ദൈവമല്ല ദൂതനെ അയച്ചത്. പേരവനറിയാം. പക്ഷെ നീ നിന്റെ പേരൊന്ന് ഏറ്റു പറയേണ്ട ആവശ്യമുണ്ട്. നിന്റെ ഇല്ലായ്മ ദൈവത്തിനറിയാം, നിന്റെ കഷ്ടത ദൈവത്തിനറിയാം. പക്ഷെ നീ ഒന്ന് തുറന്നു കാട്ടേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ. എവളെ കൊള്ളിച്ച് ഏറ്റു പറയിച്ചില്ലെങ്കിൽ, സ്തോത്രം, പിന്നീട് എന്താകുമെന്നറിയാവോ? കുറെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് വെച്ചൊക്കെ നടത്തി. പല വിശ്വാസികൾക്ക്, പല ദൈവമക്കൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ആദ്യം വരുമ്പോൾ അവരുടെ അവസ്ഥ ശോചനീയമായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിനൊരു തത്വമുണ്ട്, വളരെ ശ്രദ്ധിക്കണം. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ വായിച്ചാൽ ഇസ്രായേൽ ജനങ്ങളെ കുറിച്ച് പറയുന്നത്, ആമേൻ, നിനക്ക് നല്ല വീട് ലഭിക്കുകയും നല്ല ഭക്ഷണം ലഭിക്കുകയും ഉയർച്ച പ്രാപിക്കുകയും തോട്ടം ലഭിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ബലത്താൽ നീ ഉണ്ടാക്കിയെന്ന് പറയാതിരിക്കേണ്ടതിന് ഞാൻ നിന്നെ, ആമേൻ, മരുഭൂമിയിലൂടെ നടത്തി. തേള് നിന്നെ കുത്തുവാൻ അനുവദിച്ചു. ഹല്ലേലൂയ. അഗ്നി സർപ്പം നിന്നെ കടിക്കുവാൻ അനുവദിച്ചു. കാരണം അവിടെ നീ ഒന്നുമില്ലാതെ ചത്തുപോകേണ്ടതാണെന്ന് ശരിക്കും നീ ഉണർന്നിട്ട്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ന് കാണുന്നത് എന്റെ ദൈവം തന്നതെന്ന് നീ ഏറ്റുപറയത്തക്ക നിലയിലാണ്
ദൈവം ഉള്ളതിനെ തുറന്നു കാട്ടുവാൻ പറയുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഒരു കാര്യം ഗ്രഹിക്കേണ്ടത്, വല്ല നന്മയും കിട്ടിയെങ്കിൽ അത് ദൈവം തന്നതെന്ന് നീ പറയണം. ഹല്ലേലൂയ. നിന്നതല്ല ഞാൻ, ദൈവം എന്നെ നിർത്തിയതാ. നേടിയതല്ല, ദൈവം എല്ലാം തന്നതല്ലോ. ഓ, നിന്നതല്ല ഞാൻ, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം മുതൽ ചില വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനും ഉള്ള ദേശം, സുഭിക്ഷമായി ജീവിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്നും ചെമ്പ് വെട്ടിയെടുക്കുന്നതുമായ ദേശം. മതി. അടുത്ത 12-ാം വാക്യം മുതൽ. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും. ആമേൻ. ശ്രദ്ധിക്കൂ. ഇപ്പോൾ നിന്നെ നടത്തിക്കൊണ്ട് ചെല്ലുന്ന ദേശം ഫലസമൃദ്ധിയായ ദേശം. ഹല്ലേലൂയ. അതിന്റെ വിശദീകരണമാണ് നാം കേട്ടത്. ഈ അനുഗ്രഹിക്കപ്പെട്ട ദേശത്തിൽ ദൈവം നിന്നെ കൊണ്ടു ചെന്ന ശേഷം നീ അനുഗ്രഹത്തിൽ വസിക്കുമ്പോൾ, വായിക്ക 12-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും. ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിപ്പാനും. ദൈവം കൽപ്പിക്കുന്ന ചട്ടങ്ങളും വിധികളും അലക്ഷ്യമാക്കാതിരിപ്പാനും. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അതിൽ പാർക്കുമ്പോഴും. നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതും ഒക്കെയും വർദ്ധിക്കുമ്പോഴും. എല്ലാം നിനക്ക് വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും. നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും. നിന്നെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള. ആമേൻ. അഗ്നിസർപ്പം, തേള്, വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിലൂടെ നിന്നെ കൊണ്ടുവരികയും തീക്കൽപ്പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും. അവിടെ നീ ചത്തുപോകാതിരിപ്പാൻ തീക്കൽപ്പാറയിൽ നിന്ന് നിനക്ക് കുടിപ്പാൻ വെള്ളം അവൻ പുറപ്പെടുവിച്ചു. നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന്. ആമേൻ. നിന്നെ താഴ്ത്തി, നിന്നെ പരീക്ഷിച്ചു. എന്തിന്? പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന്. മരുഭൂമിയിൽ മതി. പ്രൈസ് ദി ലോർഡ്. കൈകളെ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന കാര്യം, ഒരു ദൈവ പൈതലിനെ സമൃദ്ധിയുടെ ദേശത്തിൽ എത്തിക്കും എന്നത് ദൈവഹിതമാണ്. ഒരു ദൈവ പൈതലിനെ അനുഗ്രഹിച്ചുയർത്തും എന്നത് ദൈവഹിതമാണ്. ഒരു ദൈവ പൈതലിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടത് ദൈവഹിതമാണ്. പക്ഷേ അതിലേക്ക് ദൈവം നിന്നെ നടത്തി അവിടെ എത്തിക്കഴിയുമ്പോൾ, എല്ലാം കിട്ടിക്കഴിയുമ്പോൾ, നല്ല വീട്, നല്ല സ്വത്ത്, നല്ല വരുമാനം, നല്ല ബിസിനസ് എല്ലാം കിട്ടിക്കഴിയുമ്പോൾ, ഞാനായത് കൊണ്ട് ഇത് ഉണ്ടാക്കിയെന്നോ എന്റെ കഴിവ് കൊണ്ട് ഇത് ലഭിച്ചു എന്നോ നീ ഹൃദയത്തിൽ നിഗളം കാണിക്കാതിരിപ്പാൻ. ജീസസ്. ആമേൻ. ഓ ഹല്ലേലൂയ. ആമേൻ. ഹൃദയത്തിൽ നിഗളിക്കാതിരിപ്പാൻ. ഇതെല്ലാം എന്റെ ദൈവം എനിക്ക്
തന്നതാണ്. എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം സീറോയിലായിരുന്നു. ഇന്ന് ഇതെല്ലാം എന്റെ ദൈവം എനിക്ക് തന്നതാണെന്ന് തിരുമുൻപിൽ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് ദൈവം പറയുന്നത്, ഇല്ലായ്മയിൽ നിനക്കുള്ളതിനെ ഒന്ന് തുറന്നു കാട്ടുക. Praise the Lord. Praise the Lord. മനസ്സിലായോ? ഹല്ലേലൂയ. ഒന്നുമില്ലാതെ നീ ആരംഭത്തിൽ ഇല്ലായ്മയെ തുറന്നു കാട്ടുക. എവിടെ നിന്നാണ് ദൈവം നിന്നെ ഉയർത്തിയത് നീ മറക്കരുത്. സ്തോത്രം, സ്തോത്രം. അല്ലയോ വഴിമുട്ടി നിൽക്കുന്ന വിധവയെ, നിന്റെ കലത്തിനകത്ത് ഏലിയാവ് നിന്റെ വീട്ടിൽ കാലുകുത്തിയ നാളിൽ എന്തുണ്ടായിരുന്നു എന്നത് നീ അറിയണം, മറക്കരുത്. സ്തോത്രം, സ്തോത്രം. നിന്റെ തുരുത്തിക്കകത്ത് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം നീ ഉണരണം, മറക്കരുത്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഇന്ന് അനേകർ നന്മകൾ കൈകൂടി വരുമ്പോൾ എൻ്റെ കഴിവ് കൊണ്ടെന്നോ, എൻ്റെ പ്രാർത്ഥന കൊണ്ടെന്നോ, എൻ്റെ ശ്രദ്ധ കൊണ്ടെന്നോ ദൈവത്തെ മറക്കുന്നത് എത്രയോ ശോചനീയം. ദൈവം ഇങ്ങനെ നടത്തുന്നതിൻ്റെ രഹസ്യം, സീറോയിൽ നിന്ന് ദൈവം എന്നെ ഉയർത്തി എന്ന് നീ അനുദിനവും ദൈവത്തിന് നന്ദി പറയാൻ, അനുദിനവും ദൈവത്തെ സ്തുതിപ്പാൻ. ചില നന്മകൾ കിട്ടുമ്പോൾ അതിൽ നിഗളിക്കുവാനല്ല, അതിൽ പ്രശംസിക്കുവാനല്ല, എൻ്റെ ദൈവം എനിക്ക് തന്നത് കൃപയാൽ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ നിന്റെ തലമുറയിലോ നിന്റെ സന്തതികൾക്കോ ഈ നന്മ മുടങ്ങിപ്പോകയില്ല. സ്തോത്രം. Praise the Lord. അതിനു വേണ്ടിയാണ് ഉള്ളത് തുറന്നു കാട്ടാൻ പറയുന്നത്. യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം ഉപായി എന്നാണ്. നീ ഉപായിയെയാണ് ഇസ്രായേലാക്കി മാറ്റിയതെന്ന് ഒന്ന് ഉണരണം. നീ തട്ടിപ്പുകാരനെയാണ്, ഓ സ്തോത്രം, ആമേൻ, ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് പിതാവാക്കി ദൈവം ഉയർത്തിയതെന്ന് യാക്കോബ് ഉണരണം. ഓ സ്തോത്രം, ഹല്ലേലൂയ. അതിനു വേണ്ടി ആമേൻ ഉള്ളതിനെ തുറന്നു കാട്ടുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം ഏതുമില്ല എന്നിരിക്കാം, ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ദൈവം നിന്നെ നടത്തുന്നത് ഉയർച്ചയിലേക്കാണ്. പക്ഷെ നീ വഴിതെറ്റിപ്പോകരുത്. നാളുകളിൽ നീ ആമേൻ സ്തോത്രം ചിന്ത മാറിപ്പോകരുത്, ബുദ്ധി മാറിപ്പോകരുത്. ദൈവകൃപയിൽ നീ നടന്നാൽ ലോകം അതിശയിക്കത്തക്ക നന്മയും ഉയർച്ചയും നിന്റെ കയ്യിൽ ദൈവം നൽകി തരും. ഓ ജീസസ്, ജീസസ്. നിനക്ക് നല്ല വീട്, നല്ല തോട്ടം, നല്ല അനുഗ്രഹങ്ങൾ നൽകിത്തരും. നിന്റെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തെ ഉള്ളതുപോലെ കാണുന്ന ഒരു ദൈവമാണ് ഇന്നിവിടെ എഴുന്നള്ളിയിരിക്കുന്നത്. നീ മനസ്സിലാക്കണം. ദൈവത്തിന് അറിയാത്തത് കൊണ്ടല്ല ചോദിക്കുന്നത്, ആമേൻ, അവനറിയാം. പക്ഷെ നീ ഏറ്റു പറയണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏറ്റു പറയണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന് ഒരുവനെ അനുഗ്രഹിപ്പാൻ അല്പം കൊണ്ടും അധികം കൊണ്ടും സാധ്യമാണ്. ആമേൻ. ഇല്ലായ്മ എത്ര കുറവായാലും കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ അത് നിറവാകും. കുറവിനെ നിറവാക്കുന്ന കരമാണ് എൻ്റെ ദൈവത്തിൻ്റെ കരം. കൈകളെ ഉയർത്തി ഒരു സ്തോത്രം പറയാമോ? കുറവിനെ നിറവാക്കുന്ന കരമാണ് എൻ്റെ ദൈവത്തിൻ്റെ കരം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുറവിനെ നിറവാക്കുന്ന കരം, ആ കർത്താവിൻ്റെ കരത്തിൽ ആമേൻ ഒന്ന് നീ തുറന്നു കാണിച്ചാൽ കർത്താവിൻ്റെ അനുഗ്രഹം ആമേൻ അതിന്മേൽ വെളിപ്പെടും. ഒരിക്കൽ ഏലിയാവിൻ്റെ ശിഷ്യനായ എലീശയുടെ കാലത്ത് ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ എലീശയുടെ അടുക്കൽ ഓടി വന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ഹല്ലേലൂയ. വായിക്കാം. 2 രാജാക്കന്മാർ 4-ന്റെ 2-ാം വാക്യം. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തു ഉണ്ട് എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ആരംഭവചനത്തിൽ
അവളുടെ ഭർത്താവ് പ്രവാചക ശിഷ്യനായിരുന്നു. അവൻ ജീവിച്ചിരുന്ന കാലത്ത് കടക്കാരനായി. അവൻ മരിച്ചുപോയി. ഇവൾ ഇപ്പോൾ വിധവയായി. 2 മക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മക്കളെ പിടിച്ചുകൊണ്ട് പോകുവാൻ കടക്കാർ വന്നു നിൽക്കുന്നു. ഹോളി ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. പരിശുദ്ധാത്മാവ് നിന്റെ അവസ്ഥയെ അറിയുകയാണ്. നിന്റെ അവസ്ഥ അറിയുകയാണ്. നീ നല്ല ഉടുപ്പിട്ട്, നീ നല്ല സാരി ഉടുത്ത് സന്തോഷത്തോടെ ഇന്ന് വന്നു. പക്ഷെ നിന്റെ അഹം എരിയുന്നതിൻ്റെ ദൈവം കാണുകയാണ്. വീട് ജപ്തി ചെയ്യും എന്ന ചിന്തയിലല്ലേ നീ വന്നിരിക്കുന്നത്? വീട് ജപ്തി ചെയ്തു പോകുമെന്ന് ഭയപ്പെട്ടല്ലേ നീ ഇരിക്കുന്നത്? കിടപ്പാടമില്ലാതെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ അലയേണ്ടി വരുമോ എന്ന് ചിന്തിച്ചു കൊണ്ട് വന്ന വ്യക്തി ഇതിനകത്തുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ആമേൻ, ദൈവകരത്തിൽ ഇല്ലായ്മയെ തുറന്നു കാട്ടുക. നിന്റെ ജീവിതത്തെ അനുഗ്രഹിപ്പാൻ എന്റെ യേശു സർവശക്തൻ. താങ്ക് യു ലോർഡ് ജീസസ്. ഓ ഗ്ലോറി ടു ജീസസ്. ഇതാ 2 കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചു കൊണ്ടുപോകും. ഭർത്താവ് നഷ്ടപ്പെട്ടവൾക്ക് മക്കളെ അടിമകളായി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തുള്ളൂ? അവൾ നോക്കി എവിടെ ഓടും, എവിടെ നിന്ന് പണം വാങ്ങും? ആമേൻ. അവൾ ഒന്ന് മാത്രം കണ്ടു, പ്രവാചകന്റെ അടുക്കലേക്ക് എത്തുക. അതിന്റെ അർത്ഥം ദൈവസന്നിധിയിലേക്ക് എത്തുക. സഹോദരനെ, സഹോദരിയെ, ശോചനീയമായ നിന്റെ അന്തരീക്ഷത്തിൽ ഒരു വലിയ വിടുതൽ വെളിപ്പെടുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നിനക്ക് ദൈവസന്നിധിയാണ് അഭയസ്ഥാനം. ദൈവസന്നിധിയാണ് അഭയസ്ഥാനം. നിന്റെ പ്രശ്നം പരിഹരിക്കാൻ, നിന്റെ വേദന മാറുവാൻ, നിന്റെ രോഗം മാറുവാൻ, നിന്റെ കടം തീരുവാൻ, നിന്റെ ഉദ്യോഗം തിരികെ കിട്ടുവാൻ, നിനക്ക് പ്രമോഷൻ ഉണ്ടാകുവാൻ, നിന്റെ ബിസിനസ് നന്നാകുവാൻ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ ലോകത്തിൽ ചുറ്റും നോക്കിയാൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കും. പക്ഷെ ഒരേ ഒരു സ്ഥാനമുണ്ട്, അതാണ് ദൈവത്തിന്റെ സന്നിധാനം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നിന്റെ വിടുതലിന് വേണ്ടി എവിടൊക്കെ നീ ഓടി, ഏതെല്ലാം കുരിശടികളിൽ തേടിയെത്തി, ഏതെല്ലാം വാതിലുകൾ മുട്ടി നോക്കി, ഏതെല്ലാം വൈദ്യന്മാരുടെ അടുക്കൽ പോയി, ഏതെല്ലാം ആശുപത്രികളിൽ കയറിയിറങ്ങി, പക്ഷെ നിനക്ക് പരിഹാരമില്ല അല്ലേ? ലോകം നിന്നെ സഹായിപ്പാൻ കഴിയുകയില്ല. നിന്നെ സഹായിപ്പാൻ മനസ്സുള്ള ഒരുവനുണ്ട്, നിന്നെ സഹായിപ്പാൻ കഴിവുള്ള ഒരുവനുണ്ട്, നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവനാണ് ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അവന്റെ അടുക്കൽ ഇന്ന് നീ ഓടി വരുമെങ്കിൽ അവൻ ഉപേക്ഷിക്കയില്ല. അവൻ വിളിച്ചു പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ അനാഥനായി വിടുകയില്ല. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആമേൻ. യെശയ്യാ പ്രവചന 55 ആമേൻ വിളിച്ചു പറയുകയാണ്, അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് പ്രയത്നഫലവും ചിലവിടുന്നത് എന്തിന്? ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ വന്ന് ജീവജല നദിയിൽ നിന്ന് കുടിക്കട്ടെ. ഹല്ലേലൂയ. 4 ദിശയും കൊട്ടിയടക്കപ്പെട്ടിരിക്കുമ്പോൾ നിനക്ക് നോക്കുവാനൊരു സ്ഥാനമുണ്ട്, ഉയരത്തിലേക്ക്. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. 123 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു. സഹോദരനെ കുടുംബക്കാരിൽ ആശ്രയിച്ചു, അവർ കണ്ണടച്ചു കളഞ്ഞു. ആമേൻ. വീട്ടുകാർ കൈവിട്ട് കളഞ്ഞു. സഹായിക്കാമെന്ന് പറഞ്ഞ സ്നേഹിതർ കൈവിട്ട് കഴിഞ്ഞു. താങ്ക് യു ജീസസ്. എന്നെ നീ എവിടെ ഓടും? ഞാൻ ഇനി എവിടെ ഓടും? പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, മകനെ, ആർ നിന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുകയില്ല. ഒരു തായ് തേറ്റുവതുപോൽ എന്നേസർ തേറ്റുവാർ. ഒരു തായ് തേറ്റുവതുപോൽ എന്നേ
പിടിച്ച് ദൈവത്തെ സ്തുതിക്കാം. 4 ദിക്കുകളും ആമേൻ എല്ലാ വാതിലുകളും ഇരുമ്പോടാമ്പൽ കൊണ്ടെന്ന പോലെ അടച്ചു പൂട്ടി വെച്ചിരിക്കുമ്പോൾ ഓടുവാൻ ഒരു വഴിയുമില്ലാതെ, നോക്കിയാൽ ഒരു മാർഗവുമില്ലാതെ നീ വേദനപ്പെടുന്ന വ്യക്തിയോട് പരിശുദ്ധാത്മാ പറയുന്നു, നിനക്ക് നോക്കുവാൻ ഒരു സ്ഥാനമുണ്ട്, നിനക്ക് ആശ്രയിപ്പാൻ ഒരു സ്ഥാനമുണ്ട്, നിനക്ക് ഓടിയെത്തുവാൻ ഒരു സ്ഥലമുണ്ട്. അതാണ് എൻ്റെ യേശുവിൻ്റെ സന്നിധി. അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കയില്ല, അവൻ ഒരു നാളും നിന്നെ അനാഥനായി വിടുകയില്ല. ഹല്ലേലൂയ. എത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. എത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടു പാടും. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുകൾ പാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഇത്ര നല്ലിടയൻ, ഈ ഉത്തമ സ്നേഹിതനാണ് നമ്മുടെ യേശു ക്രിസ്തു. ഓ, സന്തോഷം എത്ര പേർക്കുണ്ട്? യേശുവിനെ കണ്ടുമുട്ടിയതിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? സീറോയിലാണ് യേശുവിനെ കണ്ടുമുട്ടിയതെങ്കിൽ, ഒന്നുമില്ലാത്ത ഇടത്താണ് യേശുവിനെ കണ്ടുമുട്ടിയതെങ്കിൽ, ഇത്രയേ ഉള്ളൂ എന്ന് നീ ദൈവത്തോട് പറയുമെങ്കിൽ, ആമേൻ, ഇല്ലായ്മയെ ഉണർന്ന നിന്നെ ഉന്നതങ്ങളിൽ ഉയർത്തുവാൻ അവൻ മതിയായവനാണ്. നിന്നെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. നിനക്കൊരു നല്ല വീട് തരുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. നിനക്കൊരു നല്ല വാഹനം തരുന്നത് എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടമാണ്. നിനക്ക് സമൃദ്ധി തരുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. എപ്പോഴും ഹൃദയം നിഗളിക്കാതെ തിരുമുൻപിൽ നിന്നെ താഴ്ത്തി 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 കൊടുക്കുമെങ്കിൽ അവൻ നിന്നെ ഉയർത്തും. സ്തോത്രം. ഈ സ്ത്രീ എലീശയുടെ അടുക്കൽ വന്നു, ചോദിച്ചു, ഞാൻ നിനക്കെന്ത് ചെയ്യണം? അവൾ വിവരം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിന്റെ പക്കൽ ഇപ്പോൾ എന്തുണ്ട്? നമ്മളെങ്കിൽ എന്ത് പറയും? ഇതെന്തുള്ളൂ? അതുകൊണ്ട് നമ്മൾ പറയും ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇത്രയും കൊണ്ട് എന്തുള്ളൂ? അതുകൊണ്ട് നമ്മൾ പറയും എൻ്റെ പക്കൽ ഒന്നുമില്ല. പക്ഷേ അവിടെയും ആ വിധവ ഒരു ഭരണി എണ്ണ ഉള്ള വിവരം തുറന്നു കാട്ടി. ജീസസ് 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 ജീസസ്. എൻ്റെ ദൈവം ഉണ്ടല്ലോ, സകലതും അറിയുന്നവൻ. അവൻ്റെ മുൻപിൽ ഒന്നും മറവല്ല. ആമേൻ. മനസ്സിലായ എല്ലാവർക്കും? ഒന്നും മറവല്ല. ആരെ മറച്ചാലും ദൈവത്തെ മറക്കാൻ പറ്റത്തുമില്ല. പക്ഷെ നീ ഏറ്റു പറയുമെങ്കിലാണ് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അവൾ പറയുന്നു, ഒരു ഭരണി എണ്ണയുണ്ട്. ആമേൻ. എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആത്മീയ അർത്ഥത്തിലേക്ക് വരട്ടെ. എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നിന്റെ അകത്ത് ആ ഭരണി നമ്മെ കാണിക്കുന്നു. എൻ്റെ നിറവിൽ ആമേൻ എണ്ണയുണ്ടെങ്കിൽ, ഈ ഭരണി എണ്ണ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എങ്കിൽ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എങ്കിൽ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ സകലതും സാധ്യമെന്ന് വേദപുസ്തക വചനം പറയുന്നത് കൊണ്ട് ഈ പരിശുദ്ധാത്മാവ് അസാധ്യങ്ങളെ സാധ്യമാക്കും. മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതങ്ങളെ സമഭൂമിയാക്കും. ഹല്ലേലൂയ. ചാടിക്കടക്കുവാൻ കഴിയാത്ത ഏരിയകളിൽ പരിശുദ്ധാത്മാവ് നമ്മെ കടത്തിവിടും. അവൻ അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. അവിടെ വായിക്കുമ്പോൾ സ്തോത്രം, അവൾ ഒരു ഭരണി എണ്ണ എന്ന് പറഞ്ഞു, നീ പോക, അയൽവാസികളിൽ എല്ലാ വീടുകളിൽ നിന്നും ഇഷ്ടത്തിന് വെറും പാത്രങ്ങൾ വാങ്ങുക. ആമേൻ. വീട്ടിനകത്ത് കൊണ്ടുവരിക, കതകടയ്ക്കുക, പകരുക എണ്ണയെ. പ്രൈസ് ദി ലോർഡ്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എല്ലാ പാത്രങ്ങളിലും തുണിയിൽ തൊട്ട് തേക്കുവാനുള്ള എണ്ണ പോലും ഭരണിക്കകത്തില്ല. ഈ പാത്രങ്ങളിലൊക്കെ എണ്ണ പകർന്നാൽ എന്താകും? പക്ഷേ
പറഞ്ഞവൻ ദൈവദാസനാണ്, പറഞ്ഞത് ദൈവമാണ്. ദൈവത്തിന്റെ വാക്കുകളെ അങ്ങനെ വിശ്വസിപ്പാൻ ദൈവ പൈതലേ നിനക്ക് തയ്യാറുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ പരമ്പര വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ബുദ്ധിയുടെ പ്രമാണത്തെ കുഴിച്ചിട്ടിട്ട് ആത്മാവിലുള്ള വിശ്വാസത്തെ പുറത്തു കൊണ്ടുവരിക. വേദപുസ്തകത്തിൽ എല്ലാ അത്ഭുതങ്ങളും വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ പാത്രങ്ങളും കടം വാങ്ങി അകത്ത് വീട്ടിൽ നിറച്ചു. ഇവൾ പകർന്നു, മക്കൾ പാത്രങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നു. അവസാനം എല്ലാ പാത്രങ്ങളും നിറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഇനിയും പാത്രം കൊണ്ടുവരിക. മക്കൾ പറഞ്ഞു, ഇല്ല, പാത്രം തീർന്നു, എണ്ണയുടെ ഒഴുക്കും നിന്നുപോയി. ഓ ഗ്ലോറി ടു ജീസസ്. ഇന്ന് ഞാൻ പറയട്ടെ, ഒരു ഭരണി എണ്ണ ആയിരക്കണക്കിന് ഭരണി എണ്ണകളായി ഉയർന്നു. ഓ, ഇന്ന് നിന്റെ കയ്യിലുള്ള ആ അല്പത്തെ ദൈവകരത്തിൽ ഒന്ന് തുറന്നു കൊടുത്താൽ എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം അതിന്മേൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ നിന്റെ കടം തീരത്തക്ക നിലയിൽ, നിന്റെ ഉപജീവനം ഉണ്ടാകത്തക്ക നിലയിൽ, മക്കളുടെ വിവാഹം നടക്കത്തക്ക നിലയിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടത്തത്തക്ക നിലയിൽ എല്ലാവിധ അനുഗ്രഹങ്ങൾ തുറന്നു കാട്ടിയ അല്പത്തിലൂടെ എന്റെ ദൈവം തരാൻ ശക്തനാണ്. കൈകളെ തട്ടി വിശ്വാസത്തോടെ സ്തുതിക്കൂ. മക്കളുടെ ഹയർ സ്റ്റഡിക്ക് അയക്കുവാൻ നിവർത്തിയില്ലാതെ നിൽക്കുന്നവരെ, കുഞ്ഞുങ്ങൾക്ക് യൂണിഫോം വാങ്ങാൻ നിവർത്തിയില്ലാതെ നിൽക്കുന്നവരെ, മകളുടെ വിവാഹം നടത്തുവാൻ നിവർത്തിയില്ലാതെ വന്നവരെ, ഒരു ഉദ്യോഗത്തിന് ഇത്രയും പണം കൊടുക്കണമല്ലോ, എന്ത് ചെയ്യുമെന്ന് വന്നവരെ, ഈ കൊച്ചു ബിസിനസ് വെച്ച് എന്ത് ചെയ്യുമെന്ന് വേദനയോടെ വന്നവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, യേശുവിന്റെ മുൻപിൽ ഒന്ന് തുറന്നു വയ്ക്കുക. അവൻ അതിനെ അനുഗ്രഹിക്കട്ടെ. ജീസസ്. ഓ ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. യേശുവിന്റെ കാലത്ത് യോഹന്നാൻ 6-ാം അധ്യായം ആരംഭ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ 3 ദിവസത്തെ യോഗം കഴിഞ്ഞു. കടൽക്കരയിൽ യേശു പ്രസംഗിച്ചു. ജനം പ്രസംഗത്തിൽ ലയിച്ചിരുന്നു. ആമേൻ. നിത്യജീവന്റെ മൊഴികൾ കേൾക്കാൻ ജനമെല്ലാം തിരുമുൻപിൽ കാത്തിരുന്നു. യേശു പ്രസംഗം നീട്ടി. 1 ദിവസമായി, 2 ദിവസമായി, 3-ാം ദിവസം ക്രൂസൈഡ് തീർന്ന ആശീർവാദം പറഞ്ഞു. നോട്ടീസ് പരസ്യം ചെയ്തല്ല ക്രൂസൈഡ് നടത്തിയത്. യേശുവിന്റെ കൈകളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കണ്ടിട്ട് ജനങ്ങൾ കൂട്ടം കൂട്ടമായി ആയിരങ്ങൾ യേശുവിനെ അനുഗമിച്ചു. കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം അറിയുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുകയാണെങ്കിൽ, അത്ഭുതങ്ങൾ നടക്കുമെങ്കിൽ, ജനത്തിന്റെ ആവശ്യം പൂർത്തിയാകുമെങ്കിൽ, ജനം വിടുവിക്കപ്പെടുമെങ്കിൽ, ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളായി ദൈവസന്നിധിയിൽ ഓടിയെത്തുവാൻ ഇടയാകും. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് ആവശ്യം ദൈവപ്രവൃത്തി അത്രേ. ജനം ഓടിക്കൂടി. യോഗം തീർന്നിട്ട് പ്രസംഗം കേൾക്കാൻ വന്നവർ പിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ യേശു കർത്താവ് ഫിലിപ്പോസിനെ വിളിച്ചു പറഞ്ഞു, ഇവർക്കെല്ലാം ആഹാരം കൊടുക്കണമല്ലോ, അതിനെന്ത് ചെയ്യാം? അവനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ഉടനെ കണക്ക് നോക്കി. ഒരാൾക്ക് ഇത്ര രൂപയ്ക്ക് അപ്പം വാങ്ങാം, 5000 പേർക്ക് എത്ര രൂപയ്ക്ക് അപ്പം വാങ്ങണം? കണക്ക് നോക്കി കൂട്ടി കുറച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, 200 പണത്തിന് അപ്പം വാങ്ങിയാൽ ഒന്നും തികയത്തില്ല. അതിന്റെ അർത്ഥം ചിലപ്പോൾ അവരുടെ കയ്യിൽ വെറും 200 പണമായിരിക്കാം ഉണ്ടാകുന്നത്. അല്ലെങ്കിലും വാങ്ങാൻ തുടങ്ങിയാലോ ഇനി എവിടെ പോയി വാങ്ങും? ഹല്ലേലൂയ. അല്പം കഴിഞ്ഞപ്പോൾ ഒരു അന്ത്രയോസ് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു അന്ത്രയോസ് വന്നു. അന്ത്രയോസ് എങ്ങനെ വന്നെന്നറിയാവോ? കൂട്ടത്തിൽ തേടിപ്പിടിച്ച ഒരു ബാലന്റെ കയ്യിലിരുന്ന് 5 അപ്പവും 2 മീനും ഉള്ള ഒരു പൊതി. പ്രൈസ് ദി ലോർഡ്. മോനെ, ഇതെന്ത് പാടാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് അമ്മ എനിക്ക് കഴിക്കാൻ കൊണ്ടു തന്നയച്ച അപ്പവും മീനും. എത്ര അപ്പം ഉണ്ട് മോനെ? 5. എത്ര മീനുണ്ട്? 2. ഒരു കൊച്ചു ചെറുക്കൻ ഒരിക്കൽ തിന്നേണ്ട സാധനം കൊടുത്തയച്ചതാ. യേശുവിന്റെ പ്രസംഗത്തിൽ മതിമയങ്ങി ഇവൻ തിന്നാൻ മറന്നു. 3-ാമത്തെ ദിവസം പൊതി ബാക്കി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എഴുതിയിട്ടില്ല, ഞാൻ ഊഹിക്കുന്നതാണിത്. ആമേൻ. അപ്പോൾ യേശുവിന്റെ പ്രസംഗം കേട്ടിട്ട് കൂട്ടം തീർന്നപ്പോൾ ആർത്തിയോടെ ഇത്രയും അവന് തിന്നാനേ ഉള്ളൂ. പക്ഷെ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന 5 അപ്പവും 2 മീനും അവൻ തുറന്നു കാട്ടി. ഇതാ
എൻ്റെ കയ്യിൽ ഇത്രയുമുണ്ട്. അന്ത്രയോസ് ഓടി വന്ന് വിവരം യേശുവിനെ ധരിപ്പിച്ചു. യേശു പറഞ്ഞു, കൊണ്ടുവാ എന്ന് പറഞ്ഞു. ബാലന്റെ കയ്യിലിരുന്ന 5 അപ്പവും 2 മീനും യേശു കയ്യിൽ വാങ്ങി. താങ്ക് യു ലോർഡ്. യേശു വാഴ്ത്തി നുറുക്കി വിളമ്പാനേൽപ്പിച്ചു. ജനത്തെ പന്തി പന്തിയായി ഇരിക്കാൻ പറഞ്ഞു. ജനം പന്തി പന്തിയായി ഇരുന്നു. വിളമ്പുകാർ വിളമ്പാൻ തുടങ്ങി. അതെ, ഒരു കൊച്ചു ചെറുക്കന് തിന്നാൻ മാത്രം ഉള്ള അപ്പവും മീനും 5000 വലിയ പുരുഷന്മാർക്ക് വിളമ്പിയിട്ടും ശേഷം കഷണങ്ങൾ നഷ്ടമാകാതെ ശേഖരിച്ചപ്പോൾ 12 കൊട്ട നിറയെ ഉണ്ടായിരുന്നു. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. ബാലനെ, നീ മാത്രം ഒളിച്ചു വച്ച് നിന്നു എങ്കിൽ നിന്റെ വിശപ്പ് മാത്രം അടങ്ങും. ഇപ്പോൾ നിന്റെ വിശപ്പ് മടങ്ങി, ജനത്തിന്റെ വിശപ്പ് മടങ്ങി. ഹല്ലേലൂയ, ആമേൻ. അപ്പം 5 ആയാലും മീന് 2 ആയാലും എണ്ണം എത്രയൊന്നല്ല, നിന്റെ ഉള്ളത് കർത്താവിന്റെ കയ്യിൽ കൊടുക്കുക. ആമേൻ. ഒരിക്കൽ ഒരു ഉന്നതനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേർക്ക് കൊടുക്കാമല്ലോ. അത്രയ്ക്ക് വലിയ അപ്പം ഉണ്ടാക്കിയാൽ മതി. അവൻ പറഞ്ഞത് നല്ല ബുദ്ധിയാണ്. പക്ഷേ 5000 പേർക്ക് കൊടുക്കേണ്ട 5 അപ്പം, ആമേൻ, ഒരു കൊച്ചു ചെറുക്കൻ പൊതിഞ്ഞ് ചുമന്നോണ്ട് വന്നല്ലോ. ഹലോ, മനസ്സിലായില്ലേ? ഇത്രയ്ക്ക് വലിയ അപ്പം ഒരു കൊച്ചു ചെറുക്കൻ പൊതിഞ്ഞ് ചുമന്ന് കൊണ്ടുവന്നല്ലോ. അതൊരു അത്ഭുതമല്ലേ? സ്തോത്രം, സ്തോത്രം. എവർ പറയും പോലെ വലിയ അപ്പമല്ല, സാധാരണ അപ്പം. ആമേൻ. ഒരു ബാലന്റെ വിശപ്പടക്കുവാൻ മാത്രം മതിയായ അപ്പം. പക്ഷേ സൃഷ്ടിതാവിന്റെ കയ്യിൽ അത് കിട്ടിയപ്പോൾ അനേകരുടെ വിശപ്പടക്കുവാൻ അത് മതിയായതായി മാറി. ഹല്ലേലൂയ. 5 അപ്പവും 2 മീനും എൻ യേശുവിക്ക് പോതുമയ്യാ. കോടി ജനം കൂടിനാലും കുറവില്ലാമൽ കൊടുപ്പാരയ. 5 അപ്പവും 2 മീനും എൻ യേശുവിക്ക് പോതുമയ്യാ. കോടി ജനം കൂടിനാലും കുറവില്ലാമൽ കൊടുപ്പാരയ. നമ്പി വന്നാൽ നന്മയുണ്ട്, നന്മ செய்கின்ற യേശു. നമ്പി വന്നാൽ നന്മയുണ്ട്, നന്മ செய்கின்ற യേശു. യേശു നല്ലവരേ, எனக்கு போதுமானவர். എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. യേശു നല്ലവരേ, எனக்கு போதுமானவரே. அற்புதம் செய்பவரே, அதிசயம் ஆனவரே, ஆலோசனை கர்த்தர் பெரியவரே. அற்புதம் செய்பவரே, அதிசயம் ஆலோசனை கர்த்தர் பெரியவரே. நம்ம இயேசு நல்லவரே, நமக்கு போதுமானவரே. ஓ இயேசு நல்லவரே, நமக்கு போதுமானவரே. Hallelujah. Thank you Lord Jesus. Amen Jesus. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ആലോചന ശ്രദ്ധിക്കുക. സാരഫത്തിലെ വിധവ ഏലിയാവിന്റെ മുൻപിൽ ഉള്ളതിനെ തുറന്നു കാട്ടി. ഇത്രയേ ഉള്ളൂ ദൈവാത്മാവ് നമുക്ക് നൽകിയ ദൂത്. ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം എല്ലാം തകർന്നവരായി, ഒന്നുമില്ലാത്തവരായി, ഏഴയായി, കടം പിടിച്ച്, കഷ്ടത്തിൽ, രോഗിയായി സീറോയിൽ നീ വന്നു എന്നിരിക്കട്ടെ. ഉണരുക. ഇങ്ങനെയാണ് ഞാൻ ദൈവസന്നിധിയിൽ വന്നു കർത്താവേ, അങ്ങനെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ എന്റെ ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേൽ ഇറങ്ങി വരും. എന്റെ ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേൽ ഇറങ്ങി വരും.
5 അപ്പവും 2 മീനും കൊണ്ടവൻ 5000 പേരെ പോഷിപ്പിക്കത്തക്ക നിലയിൽ അനുഗ്രഹിച്ചു എങ്കിൽ, ഒരു ഭരണി എണ്ണ കൊണ്ട് ആമൻ കടം തീർത്ത് ഉപജീവനത്തിന് വേണ്ടതൊക്കെ നൽകിയെങ്കിൽ, ഒരു പിടി മാവും അല്പം എണ്ണയും അനുഗ്രഹിച്ച് ക്ഷാമകാലത്ത് ദൈവക്ഷേമമായി പോറ്റിയെങ്കിൽ, അതേ ദൈവമല്ലേ നമ്മുടെ ദൈവം? നിന്റെ ആ ഇല്ലായ്മയെ ദൈവത്തോടൊന്ന് പറ, കർത്താവേ, എനിക്ക് ഇത്ര വരുമാനമേ ഉള്ളൂ, ഞാൻ അതിൽ ഉണ്മയായിരിക്കാൻ എന്നെ സഹായിക്കണമേ, എന്നെ നീ സഹായിക്കണമേ അപ്പ. ഞാൻ അങ്ങയിൽ ആശ്രയം വയ്ക്കുന്നു. അവിടുത്തെ അനുഗ്രഹം